നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുതിയൊരു സീസൺ ആരംഭിക്കുകയാണല്ലോ. ഇന്ന് ഒഫീഷ്യലി യൂറോപ്യൻ സീസൺ ആരംഭിക്കുകയാണ്. സൂപ്പർ കപ്പ് ഇന്നുണ്ട്. ആസ്റ്റൺ വില്ലയും PSG തമ്മിൽ രാത്രി ഇന്ത്യൻ സമയം 12:30 ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ നിലവിൽ യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച 10 കോച്ചുമാരൊക്കെയാണ് നമ്മൾ പരിശോധിക്കുകയാണ്. ESPN പുറത്തുവിട്ട ലിസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത്. ഇതിൽ കോച്ചിങ് എക്യുപ്മെൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന ആരാണ് ഏതൊക്കെ സ്ഥാനത്താണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ 10ാം സ്ഥാനത്ത് ഇൻ്റർ മിലാൻ്റെ കോച്ച് ക്രിസ്ത്യൻ ഷിവു ആണുള്ളത്. അദ്ദേഹത്തിൻ്റെ കോച്ചിങ് എക്യുപ്മെൻറ്റ് അവർ 20 കൊടുത്തിരിക്കുന്ന 13 മാർക്കാണ്. സ്റ്റൈൽ 20 14, പീപ്പിൾ മാനേജ്മെൻറ്റ് 20 15 മാർക്ക് കൊടുക്കുന്നു. കമ്മ്യൂണിക്കേഷൻ 20 14, അച്ചീവ്മെൻറ്റ്സിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ 10 4. ഏതായാലും അദ്ദേഹമാണ് 10ാം സ്ഥാനത്ത് വരുന്നത്. 9ാം സ്ഥാനത്ത് വിൻസെൻ്റ് കൊമ്പനി, ബയൺ മ്യൂണിക്കിൻ്റെ കോച്ച്, 40കാരനായിട്ടുള്ള കോച്ച്. അദ്ദേഹത്തിൻ്റെ കോച്ചിങ് എക്യുപ്മെൻറ്റ് അവർ മാർക്കിടുന്നത് 20 13. അതേസമയം സ്റ്റൈൽ 20 15, പീപ്പിൾ മാനേജ്മെൻറ്റ് 20 15, കമ്മ്യൂണിക്കേഷൻ 20 14. അച്ചീവ്മെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 10 4 കൊടുത്തിരിക്കുന്നത്. 8ാം സ്ഥാനത്ത് ആർനെ സ്ലോട്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് നിലവിൽ ക്ലബ്ബിൽ അൺഅറ്റാച്ച്ഡ് ആണ്. ദേശീയ ടീമിൻ്റെ കോച്ചൊക്കെ ആവും എന്ന തരത്തിൽ ആദ്യമൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ക്ലബ് ഫുട്ബോളിൽ തന്നെ തുടരണമെന്നാണ് താല്പര്യം എന്ന്. ഏതായാലും ഇതുവരെ പുതിയ ക്ലബ്ബിലേക്ക് പോയിട്ടില്ല. പോയ സീസണിൽ അദ്ദേഹം ലിവർപൂളിൻ്റെ കോച്ചായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കോച്ചിങ് എക്യുപ്മെൻറ്റ് കണക്കാക്കുന്ന 20 15, സ്റ്റൈൽ 20 14, പീപ്പിൾ മാനേജ്മെൻറ്റ് 20 14, കമ്മ്യൂണിക്കേഷൻ 20 14 മാർക്ക് കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് കണക്കാക്കുന്നത് 10 6 മാർക്കാണ്. ഏതായാലും അദ്ദേഹം 8ാം സ്ഥാനത്ത് വരുമ്പോൾ 7ാം സ്ഥാനത്ത് സാബി അലോൺസോയാണ്. റയലിൽ നിന്ന് പുറത്തായി ഇപ്പോൾ ചെൽസിയുടെ കോച്ചായിട്ട് എത്തുന്നു. ചെൽസിയിൽ അദ്ദേഹം ഈ പ്രീ സീസണിലൊക്കെ നല്ല ഇമ്പ്രഷനാണ് താരങ്ങൾക്കിടയിലും ചെൽസിയുടെ തലപ്പത്തിരിക്കുന്നവർക്കിടയിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ലഭ്യമാവുന്ന വാർത്ത. അദ്ദേഹത്തിൻ്റെ കോച്ചിങ് എക്യുപ്മെൻറ്റ് മാർക്ക് കൊടുത്തിരിക്കുന്നത് 20 14, സ്റ്റൈൽ 20 15, പീപ്പിൾ മാനേജ്മെൻറ്റ് 20 15, കമ്മ്യൂണിക്കേഷൻ 20 15, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് 10 5. ഇനി 6ാം സ്ഥാനത്ത് ജിയാൻ പിയറോ ഗാസ്പറീനിയാണ്, 68കാരനായിട്ടുള്ള AS റോമയുടെ കോച്ച്. കോച്ചിങ് എക്യുപ്മെൻറ്റ് 20 17 കൊടുക്കുന്നു. സ്റ്റൈൽ 20 15, പീപ്പിൾ മാനേജ്മെൻറ്റ് 20 15, കമ്മ്യൂണിക്കേഷൻ 20 14, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് കൊടുക്കുന്നത് 10 6 മാർക്കാണ്. 5ാം സ്ഥാനത്ത് ഉനായി എമറിയാണ്, ആസ്റ്റൺ വില്ലയുടെ കോച്ച്. അദ്ദേഹത്തിന് 20 15 അദ്ദേഹത്തിൻ്റെ കോച്ചിങ് എക്യുപ്മെൻറ്റ് കൊടുക്കുന്നത്. സ്റ്റൈൽ 20 15, പീപ്പിൾ മാനേജ്മെൻറ്റ് 20 16, കമ്മ്യൂണിക്കേഷൻ 20 14, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10 7 കൊടുത്തിരിക്കുന്നു. അതേസമയം ഹൻസി ഫ്ലിക്കാണ് ഇപ്പോൾ 4ാം സ്ഥാനത്ത് വരുന്നത്, ബാഴ്സലോണയുടെ കോച്ച് ഹൻസി ഫ്ലിക്ക്. അദ്ദേഹത്തിന് കോച്ചിങ് എക്യുപ്മെൻറ്റ് 20 16 മാർക്ക് കൊടുക്കുമ്പോൾ സ്റ്റൈൽ 20 17 കൊടുത്തിരിക്കുന്നത്. പീപ്പിൾ മാനേജ്മെൻറ്റ് 20 16, കമ്മ്യൂണിക്കേഷൻ 20 15, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10 7 മാർക്ക് കൊടുക്കുന്നു. 3ാമത് ആഴ്സണലിൻ്റെ 44കാരനായിട്ടുള്ള കോച്ച് മൈക്കൽ ആർട്ടിറ്റയാണ്. 20 16 കോച്ചിങ് എക്യുപ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന മാർക്ക്. സ്റ്റൈൽ 20 16, പീപ്പിൾ മാനേജ്മെൻറ്റ് 20 17, കമ്മ്യൂണിക്കേഷൻ 20 16, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10 6 കൊടുക്കുന്നു. 2ാമത് മറ്റൊരു അൺഅറ്റാച്ച്ഡ് ആയിട്ടുള്ള കോച്ചാണ് പെപ് ഗാർഡിയോള. അദ്ദേഹത്തെ സിറ്റിയിൽ നിന്ന് പടിയിറങ്ങിയ ശേഷം ഇറ്റലി അവരുടെ കോച്ചാക്കാൻ സമീപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കുറച്ച് കാലത്തേക്ക് വിശ്രമം എടുക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ നിലപാട്. അദ്ദേഹമാണ് ഇപ്പോഴും 2ാം സ്ഥാനത്ത്. 20 18 കോച്ചിങ് എക്യുപ്മെൻറ്റ്. സ്റ്റൈൽ 20 16, പീപ്പിൾ മാനേജ്മെൻറ്റ് 20 17, കമ്മ്യൂണിക്കേഷൻ 20 17, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് നോക്കണം 10 9. വാവ്, പെപ്പ് 2ാം സ്ഥാനത്തെങ്കിലും. ഒന്നാമത് ലൂയിസ് എൻട്രിക്കയാണ്. അത് PSG പോയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഓളം തന്നെ നോക്കിയാൽ മതി. അതിനു മുമ്പ് അദ്ദേഹം ബാഴ്സയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളം. ഏതായാലും PSGയുടെ കോച്ച് 86കാരനായിട്ടുള്ള കോച്ചിന് കോച്ചിങ് എക്യുപ്മെൻറ്റ് 20 17, സ്റ്റൈൽ 20 18, പീപ്പിൾ മാനേജ്മെൻറ്റ് 20 18, കമ്മ്യൂണിക്കേഷൻ 20 18, ഹിസ്റ്ററി ഓർ അച്ചീവ്മെൻറ്റ് 10 8. സോ ലൂയിസ് എൻട്രിക്കയാണ് 1ാം സ്ഥാനത്ത് വരുന്ന കാര്യം വളരെ കൃത്യമാണ്. എൻട്രിക്കെ 1ാമത്, പെപ് ഗാർഡിയോള 2ാമത്, മൈക്കൽ ആർട്ടിറ്റ 3ാമത്, ഹൻസി ഫ്ലിക്ക് 4ാമത്, ഉനായി എമറി 5ാമത്, ഗാസ്പറീനി 6ാമത്, സാബി അലോൺസോ 7ാമത്, ആർനെ സ്ലോട്ട് 8ാമത്, കൊമ്പനി 9ാമത്, ക്രിസ്ത്യൻ ചീവു 10ാമത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.